നമസ്കാരം, ഞാൻ ദീപ്തി. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കൊമ്പന്മാരുടെ പോരാട്ടം. IPL ഇന്ന് ആവേശ പോരാട്ടം. കൊൽക്കത്ത രാജസ്ഥാൻ മത്സരം വൈകിട്ട് 4-ന് ഈഡൻ ഗാർഡനിൽ. രണ്ടാം മത്സരത്തിൽ ബാംഗ്ലൂരിന്റെ എതിരാളി ഡൽഹി. തുല്യശക്തികളായ നൈറ്റ് റൈഡേഴ്സും റോയൽസും ഏറ്റുമുട്ടാനിറങ്ങുന്നത് ബാറ്റിംഗ് മികവിൽ. കൊൽക്കത്തയ്ക്ക് കരുത്തായി നായകൻ ഗൌതം ഗംഭീർ. നീലപ്പടയിൽ കത്തിക്കയറാൻ ഷെയ്ൻ വാട്സണും അജിങ്ക്യ രഹാനെയും. കൊൽക്കത്തയ്ക്ക് തിരിച്ചടിയായി സ്പിന്നർ സുനിൽ നരൈന്റെ അഭാവം. ബൌളിംഗ് ആക്ഷനിലെ പിഴവ് തിരുത്തി ടീമിലെത്തിയ നരൈൻ വീണ്ടും സംശയനിഴലിൽ. ബൌളിംഗിൽ റോയൽസ് പ്രതീക്ഷ ജെയിംസ് ഫോക്നറിൽ. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ മുംബൈക്ക് 20 റൺസ് ജയം. രണ്ടാം മത്സരത്തിൽ ചെന്നൈ പഞ്ചാബിനെ തകർത്തത് 97 റൺസിന്. പോയിന്റ് പട്ടികയിൽ ചെന്നൈ ഒന്നാമത്. തീരാതെ തോരാതെ തുടർചലനം. ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞ നേപ്പാളിൽ ഉച്ചയ്ക്ക് വീണ്ടും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ തീവ്രത 6.7 രേഖപ്പെടുത്തിയ തുടർചലനം ഉച്ചയ്ക്ക് 12:15. മരണസംഖ്യ 5000 കടക്കുമെന്ന് റിപ്പോർട്ട്. ഇതുവരെ കണ്ടെത്തിയത് 2000-ലധികം മൃതദേഹങ്ങൾ. രക്ഷാപ്രവർത്തനം ഊർജിതം. കുടുങ്ങിക്കിടക്കുന്നവരിൽ മലയാളികളും. മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം കേന്ദ്ര സഹായം. രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ വ്യോമസേനയും ദുരന്ത നിവാരണ സേനയും. ഡൽഹിയിൽ വീണ്ടും ഭൂചലനം. 12:45-നുണ്ടായ ചലനം 5 സെക്കൻഡ് നീണ്ടുനിന്നു. നേപ്പാളിൽ കുടുങ്ങിയ 500-ലധികം ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചതായി കേന്ദ്രം. ദുരന്തഭൂമിയിൽ രക്ഷയുടെ കരങ്ങളുമായി ഇന്ത്യ. നേപ്പാളിന് എല്ലാ സഹായങ്ങളും നൽകുമെന്ന് നരേന്ദ്രമോദി. പ്രഖ്യാപനം മൻ കി ബാത്തിൽ. നേപ്പാളിന് സഹായ വാഗ്ദാനങ്ങളുമായി ലോകരാഷ്ട്രങ്ങൾ. പുതിയ തീരം തേടി പഴയ വിപ്പ്. അരുവിക്കരയിൽ UDF-നെ തറപറ്റിക്കാൻ ജോർജിന്റെ കരുനീക്കം. ഉപതെരഞ്ഞെടുപ്പിൽ VSDP സ്ഥാനാർത്ഥിയെ PC ജോർജ് പിന്തുണയ്ക്കുമെന്ന് സൂചന. അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് അരുവിക്കര വേദിയാകുമെന്ന് ജോർജിന്റെ പ്രഖ്യാപനം. സമാന ചിന്താഗതിക്കാരുമായി യോജിച്ച് പ്രവർത്തിക്കും. സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ബുധനാഴ്ച. ബാർക്കോഴയിൽ മുഖ്യമന്ത്രിക്കെതിരെയും കേസെടുക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. താൻ ഇപ്പോൾ UDF-ന്റെ ഭാഗമാണോ എന്ന ചോദ്യത്തിന് ഉമ്മൻചാണ്ടി മറുപടി പറയണമെന്നും ജോർജ്. ഒതുക്കിയതും പുതുക്കിയതും. വിവാദത്തിലായ SSLC ഫലം പുനഃപ്രസിദ്ധീകരിച്ചു. വിജയശതമാനത്തിൽ 0.58% വർധന. പുതിയ വിജയശതമാനം 98.57. 2700 പേർക്ക് കൂടി എല്ലാ വിഷയങ്ങൾക്കും A+. ജില്ലകളിൽ വിജയശതമാനം 99%-ന് മുകളിൽ. മുന്നിൽ കോഴിക്കോടും കോട്ടയവും. ഏറ്റവും അധികം വർധന പാലക്കാട്ട് 96.41-ൽ നിന്ന് വിജയശതമാനം 99.16. ഫലം പരീക്ഷാഭവൻ വെബ്സൈറ്റുകളിൽ. പുതിയ ഫലം സർവകാല റെക്കോർഡിൽ. അധികൃതരെ വെട്ടിലാക്കിയത് ഗ്രേസ് മാർക്ക് അടക്കമുള്ളവ രേഖപ്പെടുത്തുന്നതിൽ വന്ന പിഴവുകളും കാലതാമസവും. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.